മുൻ മന്ത്രി ആന്റണി രാജുവിനെ 3 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. MLA സ്ഥാനം ഉൾപ്പെടെ തുലാസിലാക്കുന്നു. എങ്ങനെയായിരിക്കും അനന്തൻ? 3 വർഷം വെറും തടവാണ് ആന്റണി രാജുവിനും കൂട്ടുപ്രതിയായ ജോസിനും കോടതി വിധിച്ചിരിക്കുന്നത്. അതായത് തെളിവ് നശിപ്പിക്കലിന് 3 വർഷം, അതുപോലെ തന്നെ ഗൂഢാലോചനയ്ക്ക് 6 മാസം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 3 വർഷം എന്നുള്ളതാണ് ഇരുവർക്കും നൽകിയിരിക്കുന്ന ശിക്ഷ. അതിൽ ആന്റണി രാജു കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 2 പ്രതികൾക്കും 3 വർഷം വീതം തടവാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഓരോ വകുപ്പുകളിലും തെളിഞ്ഞ ഓരോ കുറ്റങ്ങൾക്കും ഓരോ ശിക്ഷ കോടതി പ്രത്യേകം പറഞ്ഞു. ഇതിൽ 3 വർഷം വെറും തടവാണ് ടോട്ടലായിട്ട് പ്രതികൾ അനുഭവിക്കേണ്ടത്. കോടതിയിൽ പ്രതികൾ ജാമ്യാപേക്ഷ അപ്പോൾ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇപ്പോൾ തന്നെ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടാകും. ഏതായാലും നെടുമങ്ങാട് കോടതി തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിനും കൂട്ടുപ്രതി ജോസിനും തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. 2 വർഷത്തിലധികമുള്ള ശിക്ഷ നെടുമങ്ങാട് കോടതിയിൽ നിന്ന് ആന്റണി രാജുവിന് ഈ തൊണ്ടി മുതൽ കൃത്രിമം നടത്തിയ കേസിൽ ലഭിച്ചതോടെ തന്നെ ആന്റണി രാജുവിൻ്റെ നിയമസഭാ അംഗത്വം അസാധുവായിരിക്കുകയാണ്. കാരണം 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2 വർഷമോ അതിലധികമോ ഒരു ജനപ്രതിനിധിക്ക് ശിക്ഷ ലഭിച്ചാൽ ആ ജനപ്രതിനിധി അയോഗ്യനാകും. ഇത് മാത്രമല്ല, ആന്റണി രാജുവിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് 2 വർഷത്തിലധികം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിനാൽ തന്നെ അടുത്ത 6 വർഷത്തേക്ക് ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ മത്സരിക്കാനും സാധിക്കില്ല. 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് 2 പാക്കറ്റ് ലഹരി മരുന്നുമായി എത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കാൻ വേണ്ടി തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റി എന്നതാണ് കേസ്.